റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവള് ചോദിക്കുന്ന സമയത്ത് അവളെ എന്ന് വെച്ചാൽ അടിച്ചു താഴ്ത്തുന്ന പോലെ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തുന്ന പോലെയും പിന്നെ നന്നായിട്ട് പുള്ളി ഉപദ്രവിക്കുമായിരുന്നു ലക്ഷ്മീനെ. അവള് ഒരിക്കൽ വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരോടും ഓപ്പണായിട്ട് പറയാറില്ല. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പലപ്പോഴും നമ്മൾ ടീനേജിൽ അഥവാ കൗമാര പ്രായത്തിന്റെ പ്രസരിപ്പിൽ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട് അല്ലെ. അത് കാരണമായി പല എടുത്തുചാട്ടങ്ങളിലും ചെന്നുപെടാറുണ്ട്. അത് കാരണമായി വലിയ അടികളും ചിലർക്ക് ലഭിക്കാറുണ്ട്. കാരണം മുന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രായമാണ് അത് എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ടാണ് ആ പ്രായത്തിൽ കൂടുതൽ ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നത്. ജീവിതം എങ്ങനെയാണ്, എന്താണ്, തനി ചെയ്യുന്നതിന് അനന്തരഫലം എന്താണ് എന്നൊന്നും ആ പ്രായത്തിൽ ചിന്തിക്കുക പോലും ചെയ്യില്ല അല്ലെ. എന്നാൽ അത്തരത്തിൽ എടുത്തു ചാടി ഒളിച്ചോടി അവസാനം മുതലത്തിൽ ഒരു കുഞ്ഞുമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലക്ഷ്മി വർക്കലയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ലക്ഷ്മി. ഏകദേശം ഒരു 11 മാസം മുന്നേ തനിക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതായിരുന്നു ഈ പെൺകുട്ടി. പിന്നെ 11 മാസങ്ങൾക്കിപ്പുറം ഈ വീട്ടുകാർക്ക് കിട്ടുന്നത് ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ്. കൂട്ടത്തിൽ ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ ഡെഡ് ബോഡിയും 2 ഡെഡ് ബോഡി. അതെ, 19ാം വയസ്സിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയാക്കപ്പെട്ട് അവൾ മരണം വരിച്ചു എന്നുള്ളതാണ്. 18ാം വയസ്സിൽ താൻ എടുത്തു ചാടിയെടുത്ത ഒരു തീരുമാനത്തിന് അനന്തരഫലം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലെ. സംഭവം പലരും കണ്ടു കാണും. ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ വീഡിയോസ് വൈറലായിരുന്നു. 18ാം വയസ്സിൽ ഒളിച്ചോടി പോയ ലക്ഷ്മി ഉടനെ തന്നെ പോയി രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു വാടക വീട്ടിൽ താമസിച്ചവരായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവിടുത്തെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. എന്തായാലും മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഭർത്താവ് കൊന്നു കെട്ടി തൂക്കിയതാകാം എന്നിവരെ പറയപ്പെടുന്നുണ്ട്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് ശേഷം പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് BA ഇംഗ്ലീഷിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മി മരിക്കുന്നതിന് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കോളേജിൽ ഈ പെൺകുട്ടി അവധിയായിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടി സഹപാഠികളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവരോടൊക്കെ ലക്ഷ്മിയുടെ ഭർത്താവ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും സഹപാഠികൾ ഇതിനെ കുറിച്ച് പറയുന്നത് കണ്ടോ. ലക്ഷ്മിയുടെ കൂടെ 3rd ഇയർ BA പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. നമ്മളെല്ലാവരും ലക്ഷ്മിയുടെ സുഹൃത്തുക്കളാണ്. ലക്ഷ്മി ഒരുപാട് നാളായിട്ട് വീട്ടിലും അവളുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഉപദ്രവങ്ങൾ നേരിടുന്നതായിട്ട് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്ഷുവലി അവളെ ഹറാസ് ചെയ്യുന്ന കാര്യം നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻലി അവളുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അടിക്കുന്നതായിട്ടും നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും ട്രൈ ചെയ്തു. പിന്നെ അവൾ എക്സാമിന് വരുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പക്ഷെ എന്നാലും പുള്ളി കോളൊന്നും എടുത്തിരുന്നില്ല. രാവിലെ വരുമ്പോഴും അവള് ഫുഡൊന്നും കഴിക്കാറില്ല. കോളേജിൽ നിന്നുള്ള ഫുഡ് പോലും അവൾക്ക് നേരായതൊന്നും കഴിക്കുന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് അവൾ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല. കഴിക്കാണ്ടാണ് എന്നും വരുന്നത്. ഫുഡൊക്കെ കഴിക്കാണ്ടാണ് വരുന്നത്. ഇതിപ്പോ ഡൊമസ്റ്റിക് അബ്യൂസിന് അങ്ങേയറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. നല്ല രീതിയിൽ ഈ പെൺകുട്ടി സെക്സ്വൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കാമുകനുമായി ഇറങ്ങി പോയതിനു ശേഷം നല്ലൊരു ജീവിതം ഈ പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഗർഭിണിയായപ്പോ പഠിക്കാൻ പോലും വിട്ടിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ സഹപാഠികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ലക്ഷ്മി എന്നുള്ളതാണ്. ഒരുപക്ഷെ ലക്ഷ്മിയുടെ ഉള്ളിലുള്ള പേടിയോ കുറ്റബോധമോ ഒക്കെ ആകാം ഇതിനുള്ള കാരണം. താൻ ചെറിയ പ്രായത്തിൽ എടുത്തു ചാടിയെടുത്ത തീരുമാനം തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം ഈ പെൺകുട്ടിയെ നിരന്തരമായി അലട്ടുന്നുണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വയം സഹിച്ചോളം എന്ന് ഈ പെൺകുട്ടി സ്വയം അങ്ങ് തീരുമാനിച്ചു കാണും. അങ്ങനെ വരുമ്പോഴാണ് എല്ലാവരും താങ്കളുടെ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ ഷെയർ ചെയ്താലും അവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള പേടിയും ലക്ഷ്മിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകും. അവസാനം ഇതെല്ലാം കൂടി ചേർന്ന് മരണത്തിൽ ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് അല്ലെ. ഇവിടെയാണ് ഈ ഒളിച്ചുകൂടി കല്യാണം കഴിക്കുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും മോഹന വാഗ്ദാനങ്ങൾ തന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ചാടിക്കുന്ന ആള് നമ്മളെ പൊന്നു പോലും നോക്കുന്ന ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഈ കല്യാണവും വോട്ടെടുപ്പ് ഒരുപോലെയാണെന്ന് കേൾക്കാറുണ്ട് അല്ലെ. ഈ രാഷ്ട്രീയക്കാരെല്ലാം വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര വാഗ്ദാനങ്ങളായിരിക്കും. പക്ഷെ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിൽ 1% പോലും ഒരു നിറവേറ്റില്ല എന്നുള്ളതാണ്. അതുപോലെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ അതിലൊന്നും പോലും നിറവേറ്റില്ല എന്നുള്ളതാണ്. എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും പ്രവർത്തിക്കുക ചിലരൊക്കെ. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരാളുടെ വിവാഹത്തിന് മുമ്പുള്ള ജീവിതവും പെരുമാറ്റവും കണ്ടിട്ട് വിവാഹശേഷം അങ്ങനെ ആകുമെന്ന് വിലയിരുത്താനേ പറ്റത്തില്ല. വിവാഹശേഷം നമുക്ക് നല്ലൊരാളെ പാർട്ണറായി കിട്ടുക എന്ന് പറയുന്നത് പ്യൂർലി ലക്കാണത്. എന്ന് കരുതി ഒളിച്ചോടി വിവാഹം ചെയ്യുന്നവരെല്ലാവരും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറും മദറും ഒളിച്ചോടി കെട്ടിയവരാണ്. അവരൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന എന്താണ്, ഒളിച്ചോടി കെട്ടിയതിനു ശേഷം ഭർത്താവിന്റെ തനി സ്വരൂപം അങ്ങ് പുറത്തെടുക്കും. മാരക ഡൊമസ്റ്റിക് അബ്യൂസ് ഒക്കെ ആയിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് പുറത്ത് പറയാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. പുറത്ത് പറഞ്ഞാണെങ്കിൽ ആൾക്കാർ എന്താ പറയാ, ഒളിച്ചോടി കെട്ടിയതല്ലേ, വീട്ടുകാരെ വെറുപ്പിച്ച് കെട്ടിയതല്ലേ, അനുഭവിച്ചോ എന്നുള്ള രീതിയിലായിരിക്കും.
വീട്ടുകാരോട് പോലും പറയാൻ പറ്റത്തില്ല, കാരണം വീട്ടുകാരുടെ ഒരു ബന്ധം ഉണ്ടാവില്ല. അത് വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്. എന്നാൽ നേരെ മറിച്ചാണെങ്കിലോ, ഇപ്പൊ വീട്ടുകാരെ കണ്ടെത്തി തരുന്ന കല്യാണമാണെങ്കിലോ പ്രണയവിവാഹമാണെങ്കിലോ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കെട്ടാണെങ്കിൽ, എങ്ങനെ കെട്ടാണെങ്കിലും ചിലപ്പോൾ അതിനുശേഷം വിവാഹം നന്നായിക്കൊള്ളുന്നില്ല, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. ഇപ്പൊ പാർട്ണറുടെ സ്വഭാവം മോശമാണെങ്കിൽ കൂടിയും നമുക്ക് നാലോട് പറയാൻ പറ്റും. ഈ ഒളിച്ചോടി കെട്ടുന്ന അത്രത്തോളം പ്രശ്നം വരത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹിക്കണം എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എങ്കിൽ കൂടി നമുക്കത് മാതാപിതാക്കളോട് പറയാനെങ്കിലുള്ള സ്പേസ് കിട്ടുന്നതാണ്. അതാണ് ഇത്തരം ഒളിച്ചോട്ട് വിവാഹങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പെൺകുട്ടി എന്നുള്ളത്. അപ്പൊ ഇനിയെങ്കിലും ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി പോകുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൻ നന്ന്. എന്താണ് ഇത് കഴിഞ്ഞ് ചില കാര്യങ്ങളും കൂടി സഹപാഠികൾ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും കൂടി കണ്ടോ. റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി ഇവള് ചോദിക്കുന്ന സമയത്ത് അവളെ എന്ന് വെച്ചാൽ അടിച്ചു താഴ്ത്തുന്ന പോലെ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തുന്ന പോലെയും പിന്നെ നന്നായിട്ട് പുള്ളി ഉപദ്രവിക്കുമായിരുന്നു ലക്ഷ്മീനെ. അവള് ഒരിക്കൽ വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയാറില്ല, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ആ വീട്ടിൽ ഒരുപാട് അവർക്ക് മോറൽ സപ്പോർട്ട് ആ വീട്ടിൽ നിന്ന് ആരിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്കൂളിൽ വെച്ചാൽ കോളേജിൽ വരുന്നതും നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് മാത്രമാണ്. അത് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ വന്ന അവിഹിതം കാരണം നിക്കക്കളില്ലാത്ത അവസ്ഥ ആണല്ലോ. എത്ര കുടുംബങ്ങളാണല്ലേ ഈ അവിഹിതം കാരണം കുട്ടിച്ചോറാവുന്നത്. ചിലപ്പോൾ മറ്റേ പെണ്ണിന്റെ കൂടി ജീവിക്കാൻ വേണ്ടിയൊക്കെ ആകാം ലക്ഷ്മിനെ ഇയാൾ മാക്സിമം ടോർച്ചർ ചെയ്തത്. ഞാൻ ആലോചിക്കണം അതല്ല, ഭാര്യ 1.5 മാസം ഗർഭിണിയാണ്, എന്നിട്ട് കൂടിയും അവിഹിതത്തിൽ ഏർപ്പെടാൻ പറ്റാന്ന് പറയുന്നത് എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് അല്ലെ. വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. മരണത്തിന് ശേഷം അവർ ലക്ഷ്മിയുടെ നീതിക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മിയുടെ അച്ഛന് പറയാനുള്ള കൂടി നമുക്കൊന്ന് കണ്ടോ. ദുരൂഹതയുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് 2 ദിവസത്തിന് മുമ്പ് റേഷൻ കാർഡ് പഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവ അനാവശ്യങ്ങളാണ് സംസാരിച്ചത്. ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും എന്ന് പറഞ്ഞവൻ. അതിനു മുമ്പ് നമ്മൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് ഇവ എടുത്തിട്ട് അനാവശ്യങ്ങളാണ് സംസാരിക്കുന്നത്, പച്ച അനാവശ്യങ്ങൾ. അതാണ് അവൻ്റെ സ്വഭാവം. പിന്നെ അവിടെയുള്ള അയൽവാസികളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അടിക്കും ഒക്കെയാണ് പറയുന്നത്. മോള് വിളിച്ചൊന്നും പറയാറില്ലായിരുന്നു. മോളെ കാണും നാട്ടുപോറില് ബന്ധുക്കൾ. നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഫോൺ കൊടുക്കൂല. അവിടെ ഫോൺ കൊടുക്കാതെ അനാവശ്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. മോളെ വിളിച്ചത് ഇപ്പോഴീ മരിക്കുന്നതിന് ഒരു 2-3 ദിവസത്തിന് മുമ്പ് റേഷൻ കടയിൽ വരാനായിട്ട് വിളിച്ചു. അപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് ഫോൺ കൊടുത്തില്ല. അവൻ എടുത്തിട്ട് പറഞ്ഞ അനാവശ്യങ്ങൾ സംസാരിച്ചു. ആ ഒരു ഇതാണ് അവിടെ. ഇതിന്റെ ഈ മരണവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് കേസുമായിട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ലക്ഷ്മിയുടെ വീട്ടുകാർ പലതവണ ലക്ഷ്മിയെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോഴെല്ലാം ഈ ഭർത്താവ് തടസ്സം നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ പോലും വേണ്ട രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ലക്ഷ്മിക്ക് ഇവരുമായി തുറന്ന് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടേനെ അല്ലെ. എന്തായാലും മരണത്തിന് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇനിയിപ്പോ മറ്റുള്ള കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി സ്വന്തം ഭാര്യ ഇയാൾ കെട്ടി തൂക്കിയതാണ് എന്നിവരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഈ പ്രണയം വീട്ടിൽ പിടിച്ച സമയത്ത് ഒരുപാട് തവണ ഞാൻ കുട്ടിയെ തല്ലിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭയങ്കര സ്റ്റോൺ ആയിട്ട് ആ കുട്ടിയെ നിന്നിട്ടുള്ളത്. എന്റെ മകൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അച്ഛൻ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിന് സാധ്യതയും കൂടി അവിടെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ബന്ധു ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കണ്ട് അവസാനിപ്പിക്കാം. സ്നേഹിച്ചു എന്ന് പറഞ്ഞ പയ്യൻ വേറൊരു പെണ്ണുമായി, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അവിടെ സ്ഥിരം പോക്ക് വരവ് ആ ഒരു രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ അന്വേഷിച്ച് അറിഞ്ഞ് നല്ലതല്ല എന്ന് തോന്നിയിട്ട് ഇവളെ പറഞ്ഞ് വിലക്കാൻ നോക്കി. അത് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം ഇവക്കന്ന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. 18 വയസ്സാകുന്നത് വരെ ഇവൻ അവളെ പ്രേം ഭാഷ ചെയ്ത് എങ്ങനെയെങ്കിലും 18 വയസ്സായ ഒരാഴ്ചക്കകം വെച്ച് ഇവർ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. നമ്മളെ വീട്ടിൽ നിന്ന് പോയി അവർ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് നമ്മളിവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കല്ലമ്പലം സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അവർ ഇവനെ വിളിപ്പിച്ച് അപ്പോഴത്തേക്ക് കല്യാണം രജിസ്റ്ററായി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ വിളിപ്പിച്ച് അവർ അവിടെ വന്ന് ഇവർക്ക് അവൻ്റെ കൂടെ പോകാനാണ് താല്പര്യം. അവൻ്റെ കൂടെ പോകണുള്ളൂ, ഇനി അച്ഛനും അമ്മയും ആരോടെയും പോകണില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുമായിരുന്നു. നമ്മളിപ്പോൾ ഒരു 11 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുമില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് സെൽഫ് ഇൻഡിപെൻഡന്റ് ആകാന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വിവാഹ ജീവിതം മോശം സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് നമുക്ക് സ്വയം ജീവിക്കാൻ പറ്റും. ഒരുപക്ഷെ അത്തരം ഒരു അവസ്ഥയിലായിരുന്നു ലക്ഷ്മി തന്റെ പ്രിയതമന്റെ കൂടെ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഭർത്താവ് മോശം സ്വഭാവം കാണിക്കുമ്പോൾ ലക്ഷ്മിക്ക് അതെല്ലാം വിട്ടെറിഞ്ഞ് അങ്ങ് സ്വയം ഒറ്റയ്ക്ക് ജീവിക്കാമായിരുന്നു അല്ലെ. അതാകുമ്പോൾ എത്ര പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. ഇനിയെങ്കിലും ജീവിതത്തിൽ പ്രണയമാണ് എല്ലാം എന്ന് കരുതി പ്രായപൂർത്തിയാകുമ്പോഴേക്കും ഒളിച്ചോടുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.